Are you interested to develop a dynamic career in information technology through various courses like data science, data analytics, Python, full stack, and more? If yes, here we have a leading IT training institute, Techolas Technologies, to the brand new episode of Vidya Sarni, welcoming Mr. Midhun Sir, Managing Director of Techolas Technologies, to the brand new episode of Vidya Sarni. Welcome, sir. Thank you. സോ ബേസിക്കലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് IT കോഴ്സസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. IT കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബ് ഡെവലപ്മെൻറ്റ്, അതായത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള PHP കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മെയിൻലി ഫുൾ സ്റ്റാക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഫുൾ സ്റ്റാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഫുൾ സ്റ്റാക്ക് മീൻസ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ വേറെ ആൾക്കാരൊന്നും ആവശ്യമില്ല. ഒരാൾക്ക് തന്നെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടെക്നോളജീസ്. അതുപോലെ തന്നെയാണ് മേൺ സ്റ്റാക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, AI, ഇങ്ങനെ എല്ലാ കോഴ്സുകളും നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് കൂടുതൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടെക്കോലാസ് ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. സർ ബേസിക്കലി ബിടെക് IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്പം ടെക്കോലാസ് ടെക്നോളജീസിലോട്ട് വരാനുള്ള റീസൺ എന്തായിരുന്നു? ഓക്കെ, സോ ഞാൻ ആദ്യം ബിടെക് കഴിഞ്ഞതിന് ശേഷം ആസ് യൂഷ്വൽ ഒരു നോർമൽ പ്രൊസീജിയറിലൂടെ ബാംഗ്ലൂരിൽ പോയി അവിടെ ഒരു കോഴ്സ് ചെയ്തു. സോ ഐ സ്റ്റാർട്ടഡ് ആസ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്. Okay, so I worked there almost 2 years. അത് കഴിഞ്ഞിട്ട് I felt like new technologies are actually arriving. So ഞാൻ ബിഗ് ഡാറ്റ എന്ന് പറയുന്ന ടെക്നോളജി, ബിഗ് ഡാറ്റ ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് ഡാറ്റ സയൻസ്. ഡാറ്റ സയൻസിൻ്റെ കുറച്ചുകൂടി ഒരു വൈഡ് ഏരിയ ആണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. സോ അതിലാണ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 year വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് I felt like data science is more flexible. Data science, AI. സോ അതിലേക്ക് ഞാൻ പാരലലി ഞാൻ തന്നെ പഠിച്ച് സ്വിച്ച് ചെയ്ത് അതിലൂടെ വർക്ക് ചെയ്യായിരുന്നു. സോ ഫ്രം ദാറ്റ് പോയിന്റ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ലൈക്ക് എന്നെ അറിയുന്നവർ, എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവർ ഇപ്പം ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു IT ഫീൽഡിൽ ഏത് ചൂസ് ചെയ്യണം, ഏത് പഠിക്കണം. സോ അവരുടെ മൈൻഡിലൊക്കെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന സെയിം പോയിന്റ് എന്ന് പറയുന്നത് പൈത്തൺ പഠിക്കട്ടെ, അല്ലെങ്കിൽ ജാവ പഠിക്കട്ടെ, അല്ലെങ്കിൽ PHP പഠിക്കട്ടെ. കുറച്ചുകൂടി അവർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ടെക്നോളജീസ് കൂടുതലും ഔട്ട്ഡേറ്റഡ് ആണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഒരു തോട്ട് വന്നത്, ലൈക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ്. പലർക്കും അറിയാത്ത ടെക്നോളജീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നോടൊരു സ്റ്റുഡൻ്റ് അല്ല, ഒരാൾ, എനിക്ക് അറിയുന്ന ഒരു പരിചയമുള്ള ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഈ AI, അതായത് ഡാറ്റ സയൻസ് AI എനിക്ക് പഠിക്കാൻ പറ്റുമോ, അത് പഠിപ്പിച്ച് തരുമോ എന്നുള്ള രീതി ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഹി വാസ് വർക്കിംഗ് ഇൻ കാനഡ. ഓക്കെ, കാനഡയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീ കാനഡയിൽ ഓൾറെഡി IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, വൈ യു ആർ സ്വിച്ചിങ് ടു AI? ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവന് ഓൾറെഡി അവിടെ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. പക്ഷേ ഈ AIയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് AIൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അവന് ഒരു മന്ത്, അതായത് ആനുവൽ പാക്കേജ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 55 lakh സാലറി അവിടെ നിന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ അതായത് അവന് ആകെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 2 year ആയിരുന്നു. സോ നമ്മളിവിടെയുള്ള നോർമൽ സാധാരണ കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 15,000, 20,000 ഒക്കെയാണ്. അവിടെയാണ് 50 ലക്ഷത്തോളമൊക്കെ ആനുവൽ പാക്കേജ് വാങ്ങുന്നത്. സോ ആ പോയിന്റിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ലൈക്ക് ലേറ്റസ്റ്റ് ടെക്നോളജീസ് നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിന് അറിയുന്നില്ല. അവരിപ്പോഴും ആ പ്രാചീനമായ ടെക്നോളജിയിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു നോർമൽ ഒരു പ്രഷേർഡ് IT ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫ്രം ദാറ്റ് പോയിന്റ് ഞാൻ തിങ്ക് ചെയ്ത് തുടങ്ങി, ക്രിയേറ്റ് ദീസ് കൈൻഡ് ഓഫ് കോഴ്സസ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ആഡ് ചെയ്തിട്ട് നമുക്ക് കോഴ്സസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് നമ്മുടെ സ്റ്റുഡൻസിലേക്ക്, അതായത് കുറച്ചുകൂടി ഉൾനാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഫെമിലിയർ അല്ലാത്ത ആൾക്കാരിലേക്കൊക്കെ എത്തിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗുഡ് തിങ്. സോ അങ്ങനെയാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായിരുന്നില്ല, പാരലൽ ഡെവലപ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ വി ജസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദാറ്റ് വേ. ആൻഡ് അത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൂടുതലും ബിഗ് ഡാറ്റ സയൻസ് മാത്രമായിരുന്നു കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തത്. സോ അതിന് കിട്ടിയ ഒരു സ്വീകാര്യത ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോടായിരുന്നു. അപ്പോൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ എറണാകുളത്താണെങ്കിൽ പോലും ആ സമയത്ത് 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി കൊടുക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആർക്കും അവിടെ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉണ്ടായിരുന്നില്ല. സോ സ്റ്റുഡൻസിനും ആർക്കും അങ്ങനെ വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കേട്ട് തുടങ്ങുന്ന സമയമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിന് നല്ല ഒരു സ്വീകാര്യത കിട്ടി. ആൻഡ് അതാണ്
നമ്മുടെ സാർ ബേസിക്കലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് ടെക്കോളാസിലേക്ക് വരുന്നത്? ഇല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഈ ഐഡിയ വന്നതിന് ശേഷം ഐ വാസ് തിങ്കിങ് ലൈക്ക് ടു സ്റ്റോപ്പ്. റിസൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി ഐ സ്റ്റാർട്ടഡ്. അപ്പം ഇങ്ങനൊരു, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പ് ആണല്ലോ. അപ്പൊ ബേസിക്കലി സാർ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു? അതിപ്പോ ഫാമിലിയുടെ സൈഡിൽ നിന്നാലും നമ്മുടെ സൊസൈറ്റിയുടെ സൈഡിൽ നിന്നാലും, അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബേസിക്കലി ഒരു ഇൻകം, ഫിക്സഡ് ഇൻകം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ നോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ബേസിക്കലി ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു? സ്ട്രഗിൾസ് ഇത് തന്നെയാണ്. ഫിനാൻസ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം നമ്മുടെ എന്റെയൊക്കെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് നാട്ടിലുള്ള. സോ അവർക്കൊക്കെ എപ്പോഴും അവര് ഫെമിലിയർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ജോലിക്ക് പോവുക, സാലറി കിട്ടുക, ജീവിക്കുക, നല്ല രീതിയിൽ കുടുംബം ഉണ്ടാക്കുക. സോ അവിടെ നിന്ന് ഞാൻ സ്വന്തമായിട്ടൊരു എന്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലി അല്ല. അത് എന്റെ ഫാമിലിയിൽ ആദ്യത്തെ ബിസിനസ് ചെയ്യുന്ന ആള് ഞാനാണ്. സോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു എതിർപ്പായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്നും. സോ ലൈക്ക് തുടങ്ങരുത്. ഇപ്പൊ ഐ മീൻ ആ സമയത്ത് എനിക്ക് അത്യാവശ്യം സാലറി ഉണ്ടായിരുന്നു. അപ്പം അത്രയും സാലറി ഒക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ എന്താവും അറിയില്ല, ഇത് സക്സസ് ആവുമെന്ന് അറിയില്ല. സോ ഭയങ്കര എതിർപ്പായിരുന്നു. ഈവൻ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഒക്കെ എതിർപ്പായിരുന്നു. ബട്ട് മൈ ക്യാരക്ടർ ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഒന്നിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഡു ദാറ്റ്. സോ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഈവൻ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഈവൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ബാച്ച് കിട്ടണത് ഓൾമോസ്റ്റ് ഒരു 8 months ശേഷമാണ്. സോ ദ ഫസ്റ്റ് 8 months ആക്ച്വലി വി വർ സ്ട്രഗ്ലിംഗ് ഇൻ എവറി വേ. അത് ഈ പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും ഫിനാൻസ്, നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ ആയതുകൊണ്ട് ഇത് പഠിച്ചാൽ എന്താവും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ടൈം എടുത്തു. സോ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു, നല്ലൊരു ബൂം ഉണ്ടായിരുന്നു. ബട്ട് ഇതൊന്ന് സ്റ്റെബിലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. കാരണം ഇന്ന് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് അവൈലബിൾ ആണ്, ഇതേപോലെ കുറേ കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ടെക്കോളാസിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, IT കോഴ്സസ് പഠിക്കുക. ഇപ്പം ഒരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ പോലും ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ദർ. അവർ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദ പ്രോബ്ലം എന്ന് പറയുന്നത് അതൊരു മോസ്റ്റ് ഓഫ് ദം യൂസിങ് ഇറ്റ് ആസ് എ കംപ്ലീറ്റ് ബിസിനസ്. ഓക്കെ, നമ്മളും ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു IT കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിന്റെ കോർ, അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മോസ്റ്റ് ഓഫ് ദം ആക്ച്വലി forgot. So the thing is, ഒരു IT കോഴ്സ് ഒരു സ്റ്റുഡന്റ് എടുത്തു കഴിഞ്ഞാൽ, സോ വാട്ട് എവർ ഫീ വി ആർ ബൈങ്, ഇറ്റ്സ് ലിവ് ഇറ്റ് ദാറ്റ്. അത് നിങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം, ബട്ട് ചോദിക്കാം. ബട്ട് അറ്റ് ദ എൻഡ് ആ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദാറ്റ്സ് വാട്ട് ദ റിക്വയർമെന്റ്. നമ്മളിപ്പോൾ ഒരു പൈത്തൺ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആ പൈത്തൺ കോഴ്സ് ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റണം, ഔട്ട്കം എൻഷുർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിൽ മിക്സ് ചെയ്തിട്ട് 100+ സ്റ്റുഡൻസിനെയൊക്കെ ഒറ്റ ബാച്ചിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നു. സോ ഇറ്റ്സ് ഗോയിങ് കംപ്ലീറ്റ്ലി ഇൻ എ ബിസിനസ് വേ. സോ അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രോഫിറ്റ് ഭാഗത്ത് നീന്തിക്കുമ്പോൾ ഭയങ്കര കുറവാണ്. കാരണം നമ്മളൊരു ബാച്ചിൽ മാക്സിമം 25 അങ്ങനെയൊക്കെ സ്റ്റുഡൻസിനെ എടുക്കുള്ളൂ മാക്സിമം. അപ്പോൾ അത് എങ്ങനെ വെച്ചാൽ 1-to-1 കെയർ കിട്ടണം, അതാണ്. പിന്നെ മെയിൻ ഞങ്ങളുടെ ഇപ്പം നിങ്ങൾക്ക് വേറെ എവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിലും പറ്റാത്ത ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ മോർ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇപ്പോൾ ഒരു 6 months കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഇവാലുവേഷൻ, എല്ലാ മന്തും ഇവാലുവേഷൻ ഉണ്ട്. 3 months കഴിയുമ്പോൾ ഒരു ബേസ്ഡ് ഓൺ ഇവാലുവേഷൻ അവരെ വേറെ ഒരു ഏരിയയിലേക്ക് നമ്മൾ മാറ്റും. അതിന് പ്ലേസ്മെന്റ് ട്രെയിനിങ് എന്ന് പറയും, സെപ്പറേറ്റ്. സോ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പം ഈ 3 മാസം 4 മാസം കഴിയുമ്പോഴേക്കും ഈ സ്റ്റുഡൻസിനെ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിലേക്ക് ഇടും. സോ നോർമൽ ട്രെയിനിങ് 3 hours 2 hours ആണെങ്കിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് മോർണിംഗ് ടു ഈവനിങ് ആണ്, ഫുൾ ഡേ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ് ആണ്. സോ ഈ ഒരു പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി എൻഷുവർ ദാറ്റ് പ്ലേസ്മെന്റ്. ദാറ്റ്സ് വാട്ട്. അപ്പൊ ഇതിലേക്ക് ഈ ഇവാലുവേഷൻ കഴിയുമ്പോൾ അതിലേക്ക് എത്താൻ സ്റ്റുഡൻസിനെ നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ ടൈം കൊടുത്തിട്ട് അഗെയിൻ വി വിൽ പുട്ട് ദം ഇൻടു ദാറ്റ്. സോ മോർ പ്രാക്ടിക്കൽ ബേസ്ഡ് പ്രൊജക്ട് ബേസ്ഡ് ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ പ്ലേസ്മെന്റ് ട്രെയിനിങ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ. ഓക്കെ, എനിക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് എല്ലാ എംപ്ലോയേഴ്സും മെയിൻ ആയിട്ട് പറയുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഇതുപോലെ കോഴ്സ് പഠിച്ച സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അവർ ഡിഗ്രി ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ ഒരു PG ക്വാളിഫൈഡ് ആയിരിക്കും. പക്ഷെ വെൻ കംസ് ടു ഒരു എംപ്ലോയ്മെന്റിലോട്ട് വരുമ്പം അവരുടെ ഒരു ക്വാളിറ്റി, അതായത് ഒരു പ്രാക്ടിക്കൽ നോളജ് ഭയങ്കര കുറവായിരിക്കും. ബട്ട് ടെക്കോളാസ് ഏറ്റവും കൂടുതൽ ഇൻഷുർ ചെയ്യുന്നത് ഈ പ്രാക്ടിക്കൽ നോളജ് ആണ്. സീ വൺ തിങ്, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആക്ച്വലി കുറച്ച് പ്രോബ്ലമാണ്. സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നുള്ള, അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയില്ല,
ദ കാൻഡിഡേറ്റ്സ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് ഭയങ്കര കുറവാണ്. ഒന്ന് അതെന്താണ് റീസൺ എന്നുള്ളത് പല റീസൺസ് ഉണ്ട്. മേ ബി അവരുടെ ഒരു ജനറേഷൻ, അവരുടെ ഒരു വേ ഓഫ് ലിവിങ് പലതായിരിക്കാം. എസ്പെഷ്യലി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ റീസൺ. അതിൽ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പല ഏരിയയിൽ നിന്നായിരിക്കും സ്റ്റുഡൻസ് കൊച്ചിയിലേക്കും അങ്ങനെയൊക്കെ വരുന്നത്. സോ അവർ വരുമ്പോൾ ഭയങ്കര ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദ എക്സ്പ്ലോറേഷൻ, കൊച്ചി, അതിന്റെ നൈറ്റ് ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ കോർ കൺസെപ്റ്റ് നിന്ന് മൊത്തമായിട്ട് വിട്ടുപോകും. പിന്നെ അവർ ഈ പ്രാക്ടീസ് കാര്യങ്ങളൊന്നുമില്ല. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പല സ്റ്റുഡൻസും അല്ലെങ്കിൽ പല ആൾക്കാരും വരുമ്പോൾ വിചാരിക്കുന്നത് അവസാനം ഇന്റർവ്യൂ ആവുന്ന സമയത്ത് വായിച്ചു പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന പോലെ വായിച്ചു പഠിച്ച്, അല്ലെങ്കിൽ ഒന്ന് ആ സമയത്ത് മൊത്തം ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാന്നാണ്. ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. സോ പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 6 മാസം തന്നെ നോട്ട് ഇനഫ് ഇൻ മൈ വേ. സോ ഡെയിലി നമ്മൾ ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എൻഡിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക്, ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് അവരെ എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവര് ഈ പറഞ്ഞ പോലെ വന്ന ആദ്യത്തെ കുറച്ച് നാളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ലൂസ് ആവും, വേറെ എന്തെങ്കിലുമൊക്കെ ആവും ഇൻട്രസ്റ്റ്. അറ്റ് ദ എൻഡ് ആകുമ്പോഴേക്കും ബേസിക് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിനാണ് നമ്മൾ ഈ പ്ലേസ്മെന്റ് ട്രെയിനിങ് മോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫുൾ ഡേ ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജനറേഷൻ, ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, ഞാനിപ്പം കുറച്ച് കാലമായിട്ട് ഈവൻ ട്രെയിനിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിലും അറ്റ് ദ എൻഡ് പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അവരെ പ്രോപ്പർലി മോണിറ്റർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. സോ അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള ഒരു സീരിയസ്നെസ്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള സീരിയസ്നെസ് ഭയങ്കര കുറവാണ്. പണ്ട് നമ്മുടെ ഒരു കാറ്റഗറി ഉണ്ട്, ആ സമയത്തും ആൾക്കാരുണ്ട്. ബട്ട് പറയുകയാണെങ്കിൽ ജോലിയാക്കണം, കുടുംബം ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ കുറെ തോട്ട്സ് ഉണ്ട്. അപ്പം അതൊന്നും മൈൻഡേ ഇല്ല. അപ്പം മോസ്റ്റ് ഓഫ് ദം, എല്ലാവരും പറയുന്നില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദം ഡോണ്ട് ഹാവ് ദാറ്റ് എന്താ പറയുക സീരിയസ്നെസ്, കമ്മിറ്റ്മെന്റ്, സീരിയസ്നെസ്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള അവർക്ക് ആ ഒരു വേ ഓഫ് ഒരു ഫ്ലോട്ടി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം. സോ അത് നമ്മുടെ ഒരു ഭയങ്കര ചാലഞ്ചാണ്. ഇവരെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്ത് എടുക്കണം. ആൻഡ് ഈവൻ നമ്മൾ ഉൾനാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ സ്റ്റേജ് ഫിയർ, ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഇത് നമ്മൾ 6 months ഈ എല്ലാ പ്രോസസ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ ട്രെയിനിങ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ, അവരുടെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എല്ലാം മോൾഡ് ചെയ്ത് എടുത്തിട്ട് വേണം 6ാമത്തെ മാസം ആകുമ്പോഴേക്കും ഇവരെ പ്ലേസ്മെന്റിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. സോ ആ സീരിയസ്നെസ് ഇല്ലായ്മ, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വാട്ട് എവർ എഫേർട്ട് വി ആർ പുട്ടിങ്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നത്തിങ്. സോ ആ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കലാണ് മെയിൻ പ്രോബ്ലം. ഏറ്റവും വലിയ സ്ട്രഗിൾ അതാണ്. ഒന്നും വേണ്ട, ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. സോ വി ഓൾവേസ് ബിലീവ് ദാറ്റ് അവർ സ്ട്രക്ചറിൽ ഒരു 50% കമ്മിറ്റ്മെന്റ് കാണിച്ചാൽ അവരെ പ്ലേസ്ഡ് ആയിട്ട് പോകും. അത്രയും പ്രോപ്പർ സിസ്റ്റം ഉണ്ട് നമുക്ക്. പക്ഷെ ആ കമ്മിറ്റ്മെന്റ് ആണ് ഉണ്ടാക്കിയെടുക്കാനാണ് റിയലി ഡിഫിക്കൽട്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെയിൻലി വരുന്ന IT ഫീൽഡ് എന്ന് വെച്ചാൽ ഡെയിലി ഇത് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ബാക്കി ഫീൽഡ് പോലെ കോൺസ്റ്റന്റ് ആയിട്ട് കുറെ കാലമൊന്നും നിൽക്കില്ല. അതായത് ഡെയിലി ടെക്നോളജി ഇംപ്രൂവ്മെന്റ്സ് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡന്റ് അതിന്റെ പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട്, ആ കോഴ്സ് പഠിച്ച് നമുക്ക് എത്രത്തോളം പ്ലേസ്ഡ് ആവും, നമ്മുടെ സാലറി പാക്കേജസ്, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ കുട്ടികളെ അവെയർ ചെയ്യുന്നത് ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ? ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവരുടെ ഭാഗത്ത് എൻക്വയറീസ് വരും. ഈ എൻക്വയറീസ് വരുമ്പം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കൂടുതലും നമ്മുടേത് മെയിൻലി ഹൈലി നോളജ് ഉള്ള ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്താണ് ഈ ടെക്നോളജി എന്ന് പ്രോപ്പറായിട്ട് അറിയുന്നത്. വെറുതെ ഒരു കൗൺസിലേഴ്സ്, വെറുതെ ടെലികോളിംഗ് ചെയ്യുന്ന കൗൺസിലേഴ്സ് അല്ല. ദേ നോ എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റി വരിക, എന്തൊക്കെയാണ് അവരുടെ ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരുമോ, ഇത് എത്രമാത്രം സ്കോപ്പ് ഉണ്ട്, എവറിത്തിങ് ദേ നോ. സി ഒരു കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആക്ച്വലി നന്നായിട്ട് ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടേ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. ഒരു നെക്സ്റ്റ് 10 years എങ്കിലും ആ ടെക്നോളജി ഹൈലി ബൂമാവും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സൈബർ സെക്യൂരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ വി നോ സൈബർ സെക്യൂരിറ്റി ആണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്. നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്നതാണ് ഈ ഒരു ഇഷ്യൂ, നമ്മുടെ ഡാറ്റ, നമ്മുടെ പ്രൈവസി. സോ അത് എന്തായാലും ഫ്യൂച്ചറിൽ ഇനി ഒരു കാരണവശാലും ഡൗൺ ആവാത്തൊരു ടെക്നോളജിയാണ്. സോ ദാറ്റ്സ് വൈ വി ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം നമ്മളത് അതിനെപ്പറ്റി കുറെ പഠിച്ച് ഇപ്പോൾ കറന്റ് അത് എത്രമാത്രം പാക്കേജ് കിട്ടുന്നുണ്ട് സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ ന്യൂ ജോയിനീസിന് എത്ര പാക്കേജ് കിട്ടുന്നുണ്ട്, ഇവൻ 1 or 2 years എക്സ്പീരിയൻസ് ആകുമ്പോൾ എത്രമാത്രം പാക്കേജ് വരും. സോ ഓൾ ദിസ് സ്റ്റഡി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റഡീൻ്റെ ഡാറ്റാസ് മൊത്തം വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ കൗൺസിൽ ചെയ്യുന്ന ആൾക്ക് അതിനെ മൊത്തം നോളജ് ഉണ്ടാവും. സോ ദേ ക്യാൻ കൺവിൻസ് ദം.
ഓക്കെ. സോ ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ അതിന്റെ ഫാക്കൽറ്റീസ് ആയിരിക്കും ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത്. കാരണം സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതും ഫാക്കൽറ്റീസ് ആയിട്ടായിരിക്കും. അപ്പോൾ ഒരു ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ടെക്വലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരു 1.5 year കംപ്ലീറ്റ്ലി ഞാൻ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു. ഈവൻ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മാത്രമായിരുന്നു ട്രെയിനിങ്ങിലുണ്ടായിരുന്നു. അപ്പം എനിക്കറിയാം ഒരു ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ശ്രദ്ധിക്കണം, എന്തുമാത്രം സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരും, എത്രമാത്രം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, എവറിത്തിങ്. അപ്പൊ നമുക്ക് നമ്മളൊരു ട്രെയിനേഴ്സിനെ എടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു ഫ്രഷറിനെ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ബേസിക് ഐഡിയ മാത്രമുള്ള ഒരു കോഴ്സിൽ ബേസിക് ഐഡിയ ഉള്ളവർ മാത്രം എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ സ്ട്രഗിൾ. അതൊരു സ്റ്റുഡന്റ് ഒരു അത്യാവശ്യം ഒരു നോളജ് ഉള്ള സ്റ്റുഡന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ സ്ട്രഗിൾ. അങ്ങനെ ഒരു ഇഷ്യൂ ഒരിക്കലും വരാൻ പാടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഈ ട്രെയിനേഴ്സിന് നോളജ് ഇല്ല എന്നൊരു ഫീല് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട്. അപ്പൊ നമ്മള് ഇപ്പോ ട്രെയിനിങ്ങിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വരുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ കൂടെ ഇരുത്തി അവരെ ട്രെയിൻ ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ ട്രെയിനിങ്ങിൽ കിട്ടുള്ളൂ. ഈ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെവലപ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്താൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറെ ലെവൽസ് ഓഫ് ട്രെയിനിങ് ആണ്. സോ ഫസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ട്രെയിനിങ്. ഇപ്പം ഈ ട്രെയിനിങ് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത്, IT ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയല്ല. ചിലപ്പോൾ നല്ല ബുദ്ധി ഉള്ള അല്ല ഭയങ്കര മാർക്സ് ഒക്കെ സ്കോർ ചെയ്തവർ IT ഫീൽഡിലേക്ക് വന്നിട്ട് മൊത്തം സ്ട്രഗിൾ ആയി പോകും. ഇവൻ ഒന്നും അറിയാണ്ട് ഇവൻ 40 സപ്ലിയൊക്കെ ആയിട്ട് വരുന്നവർ ഭയങ്കര അടിപൊളിയായിരിക്കും. സോ വി കനോട്ട് സേ എനിത്തിങ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു IT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റുഡൻസിനെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് അങ്ങനെ ഫിൽട്ടർ ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല. മാർക്സിന്റെ ബേസിൽ ഒന്നും എടുക്കാൻ പറ്റില്ല. മാർക്സ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഡെലിവറി ചെയ്യാനുള്ള ക്വാളിറ്റിയും കൂടിയാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. IT ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ IQ അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് പ്രോസസ്സിങ് ബ്രെയിനിൽ നടക്കുന്നതും നമ്മളൊരു പുസ്തകം വായിച്ചു പഠിച്ച് നമ്മൾ ആൻസർ ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ ഡിഗ്രിക്ക് 90% മാർക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് യു കനോട്ട് റൈറ്റ് എ പ്രോഗ്രാം പ്രോപ്പർലി. അപ്പൊ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈവൻ ബേസിക് ഐഡിയ പോലും ഇല്ലാതെ അത് ശരിക്കും നമ്മുടെ സിസ്റ്റത്തിന്റെയും കൂടി പ്രശ്നമല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് പഠിച്ചാൽ ഒരു പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടി ബുക്കിഷ് ആയതുകൊണ്ടല്ലേ, പ്രാക്ടിക്കൽ നോളജ് കുറവായതുകൊണ്ടല്ലേ? സീരിയസ്ലി ആണ്. ഈവൻ ഇപ്പോ കുറച്ചു കാലമായിട്ട് സിലബസിൽ പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പോലും അത് ഒരു ബൈഹാർട്ടിങ് സിസ്റ്റത്തിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ലാബ് ഉണ്ടെങ്കിൽ പോലും ഒരു 10 പ്രോബ്ലം കൊടുക്കും. ആ 10 പ്രോബ്ലം ബൈഹാർട്ട് പഠിച്ചാൽ പാസ്സാവും. സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നവന് ഫെയിൽ ആയിരിക്കും. ഈവൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ബിടെക്കിന് ജാവയുടെ ഫെയിൽഡ് ആയിരുന്നു. എനിക്ക് ചെയ്യാൻ കിട്ടുന്നില്ലായിരുന്നു. കാരണം പഠിപ്പിക്കുന്നത് മൊത്തം ജാവ പഠിപ്പിക്കുന്ന രീതി തന്നെ തെറ്റാണ്. പഠിപ്പിക്കുന്നത് ഇതിങ്ങനെ ഫോർ എക്സാമ്പിൾ ഒരു സാധനം വരുന്നു, ഫോർ ലൂപ്പ് വരുന്നു. ഈ ഫോർ ലൂപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഇതിങ്ങനെയാണ്, ഇത് പഠിച്ചോളാം. സോ അത് എന്തിനാണെന്ന് ചിന്തിച്ച് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് സ്വന്തം ചെയ്യാൻ നോക്കുന്നവർക്ക് നടക്കണില്ല. ബൈഹാർട്ട് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് പാസ്സാവുകയും ചെയ്യാം. സോ അവിടുന്ന് ഞാൻ സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫോർ ലൂപ്പ് ഇതിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നത്. അപ്പം അത് രണ്ടും എൻ്റെ ഡിഫറെന്റ് ആണ്. നമ്മളെ സിസ്റ്റം കുറച്ച് റോങ് ആണ് പഠിപ്പിക്കുന്ന രീതി. എല്ലാവരും ഞാൻ പറയുന്നില്ല, മോസ്റ്റ് ഓഫ് ദം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡന്റിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ സ്റ്റുഡന്റിന് IT ഫീൽഡ് പറ്റുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും പറയാൻ പറ്റില്ല. വൺസ് ഹി സ്റ്റാർട്ട്സ് then only we can understand. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബേസിക് കൊടുക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സ്പൂൺ ഫീഡിങ് അല്ല നമ്മൾ ചെയ്യിക്കുന്നത്. ബേസിക് തൊട്ടിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടാണ്. അപ്പൊ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാവും ഇതെനിക്ക് പറ്റുന്ന പരിപാടിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ, അതായത് പ്രോഗ്രാമിംഗ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് ഭയങ്കര ഒരു എന്തൂസിയാസം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെരി ആപ്റ്റ് ടു പ്രോഗ്രാമിംഗ് ആണ്. അതല്ല നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നോട്ട് ഫോർ IT വേൾഡ്, ലീവ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന പണിയല്ല IT വേൾഡ് എന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ട്രെയിനേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ അവസ്ഥ മനസ്സിലാക്കി. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ വരിക. ഇതുവരെ ആയിട്ടൊരു പ്രോഗ്രാമിംഗ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും വരിക. പക്ഷെ അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി നമ്മൾ ബേസിക്സ് പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ അവരായിരിക്കും ഭാവിയിൽ ഏറ്റവും അടിപൊളി പ്രോഗ്രാമർ ആവാൻ പോണത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഒരു ബേസിക്കും ഇല്ലാത്ത ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു നമുക്ക്. അവൻ കഴിഞ്ഞ ഒരു 3 months മുന്നേ 45,000 per month സാലറി പ്ലേസ്ഡ് ആയി ഇൻ AI. സോ ഒന്നും അറിയില്ലായിരുന്നു, സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ്.
ഇപ്പം പ്രോഗ്രാമിംഗ് എന്താണെന്ന് പോലും അല്ല, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്നു. ബട്ട് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഹീ ഈസ് വെരി ഇൻട്രസ്റ്റഡ്, ഹിസ് ബ്രെയിൻ ഈസ് മാച്ചിങ് വിത്ത് ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പ്രോഗ്രാമിംഗ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഫെഡപ്പായിട്ട് നിർത്തിയിട്ട് പോകും. സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ട്രെയിനിങ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ബേസ് തൊട്ടിട്ട് ഏറ്റവും ഒരു കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം ആ രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പ്ലേസ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുമ്പോൾ അവിടെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈവൻ നമ്മുടെ ടെക്നിക്കൽ ഹെഡ് ആണെങ്കിൽ 8 years എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവിടെ ഹൈ ലെവലിലാണ് വരുന്നത്. ഫുള്ളി പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയന്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ലെവലിലും ഓരോ ഡിഫിക്കൽട്ടി ലെവലാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഏറ്റവും ലോ ലെവലിൽ നിന്ന് തുടങ്ങുക, ബട്ട് അറ്റ് ദ എൻഡ് ആകുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി പിന്നെ ഹൈ ലെവൽ. സോ അതുകൊണ്ട് തന്നെ ട്രെയിനേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രെയിനേഴ്സിനുള്ള പ്രാക്ടിക്കൽ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെറും തിയറി നോളജ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റുഡൻസിന് പ്ലേസ്ഡ് ആക്കാൻ പറ്റില്ല. നല്ല പ്രൊജക്റ്റിൽ നോളജ് വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രെയിനറെ സെലക്ട് ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ലൈവ് പ്രൊജക്റ്റിൽ ചെയ്തിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ നമ്മൾ ഹയർ ചെയ്യുന്നുള്ളൂ. മെയിൻലി ഇന്ന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ടെക്കോളാസ് ആ ഇഷ്യൂസിനെ എങ്ങനെയാണ്? ഓഫ്കോഴ്സ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും പ്ലേസ്മെന്റ്സിൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള. ഞാൻ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി, ഇന്നത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് IT ആണ്. IT ടച്ച് ചെയ്യാത്ത ഏരിയ ഇല്ല. അത് ഏത് ഏരിയ ആണെങ്കിലും, ഈവൻ മെക്കാനിക്കൽ ആണെങ്കിലും, നമ്മുടെ ഡെയിലി ലൈഫ് ആണെങ്കിലും, ഏത് ലൈഫ് നോക്കുവാണെങ്കിലും, ഏത് ഏരിയ നോക്കുവാണെങ്കിലും IT ആണ്. എന്നിട്ട് ആ IT-യിൽ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് മണ്ടത്തരാണ്. സോ ഇറ്റ്സ് നോട്ട് ഓപ്പർച്യൂണിറ്റി ഇഷ്യൂ, ഇറ്റ്സ് ക്വാളിറ്റി ഇഷ്യൂ. സ്റ്റുഡൻസിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പ്ലേസ്ഡ് ആവാത്തത്. അപ്പോൾ ആ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ദ സ്റ്റുഡൻറ് ഓൾസോ നീഡ് ടു ഇൻവോൾവ് ഇൻ ദാറ്റ്. അവരുടെ ഭാഗത്തുനിന്നുള്ള കമ്മിറ്റ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള കമ്മിറ്റ്മെന്റ് ഒരു ഇഷ്യൂ ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയണു, നമ്മുടെ ഭാഗത്തുനിന്ന് അതായത് ഒരു 50% എങ്കിലും കമ്മിറ്റ്മെന്റ് അവരുടെ ഭാഗത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റം പ്രകാരം അവർ പ്ലേസ്ഡ് ആവും. സോ നമുക്ക് ഒരു സ്റ്റുഡന്റ് ഭയങ്കര കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ട് അവൻ പ്ലേസ്ഡ് ആവാത്ത ഒരു ഇഷ്യൂ ഞങ്ങൾക്ക് ഒരിക്കലും വരാറില്ല. അതൊരിക്കലും വരില്ല. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാലും ഒരു കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയില്ല എന്നുള്ള കംപ്ലൈന്റ് അവരുടെ ഭാഗത്ത് നിന്ന് വരില്ല. ഇപ്പൊ അവരോട് ചോദിച്ചാൽ അവർക്ക് പ്ലേസ്മെന്റ് ആയിട്ട് ഞങ്ങൾ പഠിക്കായിട്ടാണ് സത്യമാണ് എന്ന് പറയും, അഗ്രി ചെയ്യും. കാരണം അവർക്കറിയാം, കാരണം ആ ഒരു ലെവൽ ഓഫ് ട്രെയിനിങ് ഉണ്ടല്ലോ. ഒരു ലെവൽ കഴിഞ്ഞ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ ലെവൽ കഴിഞ്ഞ് പോകുന്നില്ലെങ്കിൽ അവർക്കറിയാം ഞങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഞങ്ങൾ എക്സ്ട്രാ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ദേ ഡോണ്ട് ഹാവ് ദറ്റ് കംപ്ലൈന്റ്. അപ്പം അവർ പഠിക്കുകയാണെങ്കിൽ, അവരൊരു കമ്മിറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലേസ്മെന്റ് കിട്ടും. അത്രയും ഓപ്പർച്യൂണിറ്റി IT-യിൽ ഉണ്ട്. IT-യിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് വെറും മണ്ടത്തരാണ്. ദാറ്റ് മെനി ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നമ്മൾ ഒന്നും പ്ലേസ്മെന്റ് കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെച്ചിരിക്കുകയാണെങ്കിൽ ദേ ക്യാൻ ഏൺ ലാക്സ്. അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് IT. അപ്പം നമുക്കിപ്പം ഓൾമോസ്റ്റ് 3 branches ഉണ്ട് ടെക്കോളാസിന്. അതുപോലെ തന്നെ 2000 above സ്റ്റുഡൻസിന് ഓൾറെഡി ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ടെക്കോളാസിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, ബ്രാഞ്ചസ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ കോഴ്സസ് ആയിട്ടോ ഒക്കെ? ഓഫ് കോഴ്സ് ബ്രാഞ്ചസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഫ്യൂച്ചർ, അൾട്ടിമേറ്റ് എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു IT ഹബ്ബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഞാൻ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരുപാട് IT കമ്പനീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ചുരുങ്ങിയ ചെലവിൽ തന്നെ IT-യിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഈസി ആയിട്ട് പഠിച്ച് IT ഫീൽഡിലേക്ക്, അതായത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജീസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു IT ഹബ്ബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അത് വെരി സൂൺ വിൽ കം. സോ ബേസിക്കലി ഈ IT ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ്, അതായത് ഇപ്പം ടെക്കോളാസിലെ കോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, അപ്പോൾ ഇങ്ങനത്തെ കോഴ്സസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് സാറിന് എന്താ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ദാറ്റ്സ് വാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. IT എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. പ്രോഗ്രാമിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കണം. പിന്നെ IT ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് പല ലെവൽ ഓഫ് അല്ലെങ്കിൽ പല വെറൈറ്റീസ് ഓഫ് ജോബ്സ് ഉണ്ട്. IT-യിൽ പ്രോഗ്രാമിംഗ് നല്ല താല്പര്യമുള്ളവരുണ്ടാവും, ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് ഗെയിം ഡെവലപ്പ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നവർ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഭയങ്കര ഡെവലപ്മെന്റ് എബിലിറ്റി ഉള്ളവരുണ്ടാവും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത സാധനമാണെന്നുള്ള ഒരു എന്തൂസിയാസ് ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. കോർ ഡെവലപ്പേഴ്സ്, അവർ
അവർക്ക് പറ്റിയ കുറെ ഏരിയാസ് ഉണ്ട്. ഇനി പ്രോഗ്രാമിംഗ് അധികം പറ്റാത്ത ആൾക്കാരുണ്ട്. ഒരുപാട് പ്രോഗ്രാമിംഗ് ഒന്നും പറ്റില്ല, എനിക്ക് പ്രഷർ വരുമ്പോൾ ഭയങ്കര പ്രോഗ്രാം ചെയ്യാൻ നല്ല ഡെവലപ്മെന്റ് വരുമ്പോൾ നല്ല പ്രഷർ വരും. അപ്പൊ അത്രയും പ്രഷറൊന്നും എനിക്ക് താങ്ങാനുള്ള ഒരു എബിലിറ്റി ഇല്ല, എനിക്ക് നോർമലി പോയാൽ മതി, അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ട്. ലൈക്ക് ഡാറ്റ അനലിറ്റിക്സ് അങ്ങനത്തെ ഒരു കോഴ്സാണ്. അധികം പ്രോഗ്രാമിംഗ് ഒന്നുമില്ല, നമുക്ക് ഒരു സിമ്പിൾ ഒരു ആവറേജ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് നോളജ്. പ്രോഗ്രാമിംഗ് സ്കില്ലിനെക്കാളും നോളജ് ആണ് കൂടുതൽ വേണ്ടത്. ഇനി അതും താല്പര്യമില്ല, എനിക്ക് തീരെ പ്രോഗ്രാമിംഗ് താല്പര്യമില്ല എന്നുള്ളതെങ്കിൽ നമുക്ക് ബിസിനസ് അനലിറ്റിക്സ് നോക്കാം. തീരെ പ്രോഗ്രാമിംഗ് വരുന്നില്ല, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നോക്കാം. അപ്പൊ ഐടിന്റെ തന്നെ ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അത് ആ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് തുടങ്ങി നോക്കണം. സോ ഞാൻ എപ്പോഴും IT ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പൊ പൈത്തൺ ആയാലും ജാവ ആണെങ്കിലും. ഒരു തുടക്കക്കാരന് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ആണ്. അപ്പോൾ പൈത്തൺ ഇഷ്ടം പോലെ സീരീസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ടെക്കോലാസിന്റെ തന്നെ ഫ്രീ കംപ്ലീറ്റ് സീരീസ് ഉണ്ട്, ഫുൾ പൈത്തൺ. നിങ്ങൾ ഏതെങ്കിലും ഒരു സീരീസ് എടുത്ത് പഠിച്ച് തുടങ്ങി നോക്കാം. അപ്പോൾ തുടങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ IT ഫീൽഡിന് ആപ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ശരിയായ രീതിയിൽ പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കുന്ന പോലെ പഠിക്കാതെ ചെയ്ത് പഠിക്കുക. സോ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ IT വേൾഡിന് ആപ്റ്റ് ആണോ അല്ലയോ. അങ്ങനെ ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സ് യൂസ് ചെയ്തിട്ട് വരിക. അതല്ലാതെ വെറുതെ ഒരു IT ഫീൽഡിലേക്ക് നിങ്ങൾ ഫീ മുടക്കി വന്നിട്ട് പഠിക്കാനും പറ്റാതെ നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലതാണ് ഇൻട്രസ്റ്റഡ് ആണോ നോക്കുക, പ്രോഗ്രാമിംഗ് പറ്റുന്നുണ്ടോ നോക്കുക. അത് കോഴ്സ് ചൂസ് ചെയ്യാൻ ഇപ്പൊ ആരൊക്കെയോ പറയും AI ഭയങ്കര അടിപൊളി കോഴ്സാണ്, പക്ഷെ AIക്ക് നിങ്ങൾ പറ്റുമോ എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരു മോഡൽ AI നമ്മൾ മോഡൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടാലന്റ് നിങ്ങൾക്ക് ഉണ്ടോ, അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുക. വെറുതെ ബൂമിംഗ് ടെക്നോളജി ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. സോ യു ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഒരു ബേസിക് പ്രോഗ്രാമിംഗ് പഠിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് തീരെ പ്രോഗ്രാം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് IT ഫീൽഡിൽ തന്നെ പോകണം എന്നാണെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ബിസിനസ് അനലിറ്റിക്സ് അങ്ങനത്തെ കോഴ്സസ് നോക്കാം. ഫ്രം മൈ ക്യൂരിയോസിറ്റി ഞാനൊരു ക്വസ്റ്റൻ ചോദിച്ചോട്ടെ. അത് നമുക്ക് IT ഫീൽഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ എത്തിക്കൽ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യം സാധനമുണ്ട്, ഒരു എത്തിക്കൽ അതുപോലെ അൺഎത്തിക്കൽ എന്ന് പറഞ്ഞൊരു സാധനം. ഇപ്പോൾ AI ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇത് എത്തിക്കലായിട്ടും നമുക്ക് യൂസ് ചെയ്യും, അതേപോലെ അൺഎത്തിക്കലായിട്ടും നമുക്ക് യൂസ് ചെയ്യും. അപ്പൊ ഇതിനെ കുറിച്ച് സ്റ്റുഡൻസിന് നമ്മൾ അവയർനെസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അഫ്കോഴ്സ് നിർബന്ധമായിട്ട് കൊടുക്കണം. ബട്ട് അത് ഈ പറഞ്ഞ പോലെ അവയർനെസ് നമ്മൾ ആ കോഴ്സ് പഠിക്കുമ്പോൾ കൊടുത്തിട്ടല്ല കിട്ടേണ്ടത്, അത് വളർന്നു വരുമ്പോൾ കിട്ടേണ്ടതാണ്. അത് അവരുടെ ക്യാരക്ടറാണ്. ഒരു ഏത് ടെക്നോളജി ആണെങ്കിലും, അതിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിലും മോശം രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ പോലും ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിലും മോശം രീതിയിൽ യൂസ് ചെയ്യാം. അത് നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ അവരോട് നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്, മോർഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യരുത്, ഇതിന് മാത്രം യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. അത് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് മനസ്സിലാവണം. അത് ചെറുപ്പം തൊട്ടേ കോളേജിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും കിട്ടണം ആ ക്യാരക്ടർ. അതായത് ഒരു ടെക്നോളജി വരുമ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി IT ഫീൽഡിലോട്ട് വരുമ്പോൾ സാർ ഈ ഫീൽഡിൽ തന്നെ ഉള്ളതായതുകൊണ്ട് സാറിന് അറിയാം എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഇനി വരാൻ പോകുന്ന കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെയിൻലി ഇങ്ങനത്തെ സ്ട്രഗിൾസ് വരുമ്പോൾ സാർ എന്താ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രോപ്പർ പ്രോഗ്രാമറെ ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഒരു പ്രോഗ്രാമറിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്, റിസൾട്ട് കിട്ടുക. ഒരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഡെവലപ്പ് ചെയ്ത സാധനം നമ്മുടെ കൺമുന്നിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പൊ അത് നമ്മുടെ ഒരു പാഷനായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യും. ഇപ്പം ഞാൻ ഒക്കെ ഡെവലപ്മെന്റിന് സമയത്ത് രാവിലെ 7 മണിക്കൊക്കെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി 1 മണിക്കൊക്കെ പോയിട്ടുണ്ട്. കാരണം ഔട്ട്പുട്ട് കിട്ടുന്നില്ല അവന്. അപ്പൊ ആ സമയം പോണതൊന്നും മനസ്സിലാവില്ല. അതിന്റെ മുന്നിൽ തന്നെ ഇരുന്നിരുന്ന് അവസാനം പ്രാന്തായ അവസ്ഥയൊക്കെ ആവും. അതെന്ന് വെച്ചാൽ നമ്മളോട് ആരും പറഞ്ഞിട്ട് ചെയ്യുന്നൊന്നല്ല, അത് ആ ഔട്ട്പുട്ട് കിട്ടിയാലേ ഞങ്ങൾ പോകുള്ളൂ എന്നുള്ളൊരു പാഷൻ, അത് തന്നെയാണ് മോട്ടിവേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതില്ലെങ്കിൽ നമ്മൾ IT വേൾഡിന് സ്യൂട്ടബിൾ അല്ല. അപ്പം ഇത് ടെക്നോളജി 6 ഇയേഴ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാറിന് ഒരു ഡ്രീം ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറെ മാനിഫെസ്റ്റ് ചെയ്ത കുറെ മൊമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതിൽ നിന്ന് എത്തി നിൽക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്, സീരിയസ്ലി. ഞങ്ങൾക്ക് ഉള്ള മെയിൻ പ്ലാൻ തന്നെ ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനോട് കൂടി സ്റ്റുഡൻസിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം പല സ്ഥലത്തും ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് സ്റ്റുഡൻസിനെ എൻ്റർ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവനായിരിക്കും ഏറ്റവും അടിപൊളിയാവുന്നത്. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളെ വരെ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പിള്ളേർ അത് അറിഞ്ഞു വരുന്നുണ്ട്. ഞങ്ങളൊരു ഫ്രീ എന്നുള്ള രീതിയിൽ പോലും യൂട്യൂബിലൊക്കെ കുറെ
ഐഡിയാസും കാര്യങ്ങളും ഫുൾ സീരീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ദേ കം ടു നോ വാട്ട് ഇറ്റ് ഈസ്, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലെവലിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു നോർമൽ ടെക്നോളജി പഠിച്ചിട്ട് ഒരു 25,000 താഴെ സാലറി വാങ്ങുന്നവരും അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി പഠിച്ചിട്ട് 3-4 ലക്ഷം മന്ത്ലി വാങ്ങുന്ന ആൾക്കാരും രണ്ട് ലെവലിൽ നിൽക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ആ നോളജ് കുറെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ആസ് പെർ യുവർ പ്ലാൻസ്, ആസ് പെർ യുവർ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ടെക്കോളാസിന്റെ ഇനിയുള്ള ജേർണി വളരെ നന്നായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.